എല്ലാവർക്കും ബ്രദേഴ്സിലേക്ക് സ്വാഗതം. അത്രേ ഉള്ളൂ. ഞങ്ങളൊരു സംഭവം വിചാരിച്ച് ഒരു ഇരിപ്പടം അത് ഞങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ പണിയൊക്കെ അത്യാവശ്യത്തിന് ചില്ലറ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ചാരിയിരിക്കാനുള്ള സെറ്റപ്പ് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അച്ഛോ അതും ആരും വിചാരിക്കാത്തൊരു സ്ഥലത്ത് കാട്ടിനുള്ളിൽ ശ്മശാനത്തിൽ ആകണ്. അവിടെയൊക്കെ ശ്മശാനാണ്. നമ്മളിവിടെ ഉണ്ടാക്കി, നമുക്ക് ആ പേടൊന്നുമില്ല. നമ്മളിവിടെ ഉണ്ടാക്കി നല്ല വ്യൂ ഉണ്ട്. ക്ലൈമറ്റിനനുസരിച്ച് നല്ല വ്യൂ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരാഴ്ച കൊണ്ട് ഇരിപ്പിടം പൂർത്തീകരിക്കുകയാണ്, ഉണ്ടാക്കിയെടുത്തു. അതെ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് ഒപ്പിച്ച് വെച്ചിരിക്കണേ. ആണോ ഞാൻ ചാരാല വർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്താൽ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ പേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പറയാൻ. കാരണം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, സ്റ്റിക്കും അത്യാവശ്യത്തിനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ആ ഭാഗം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഐറ്റംസ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്താണ് ഇപ്പോൾ തൽക്കാലം. ഈ ഭാഗം ഞങ്ങൾ നൈസാക്കി ഫിനിഷാക്കി വെച്ചിരിക്കണേ. ഇടമോളൊക്കെ ഉണ്ടല്ലേ അച്ഛോ പറഞ്ഞ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതത്രേ ഉള്ളൂ. ഇപ്പം എന്താ സന്തോഷം. അതെ ഗൈസ്, നമ്മുടെ അവതാരം വരുന്നുണ്ട്. ശ്രീകുട്ടൻ ശ്രീകുട്ടാ ഒരു കയ്യാഞ്ചാ അതാക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇത് നേരെ ഞങ്ങളിത് ഉണ്ടാക്കുന്ന വീഡിയോ പോയി കണ്ടിട്ട് വരും. ഹാർഡ് വർക്കാണ് ഗൈസ്. എത്തലാണ് ബോയ്സ് അവിടെ ഉണ്ട് ഗൈസ്, കുറച്ച് ടീം മുകളിലേക്ക് എത്തിയിട്ട് കാണാം. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെക്കന്മാരെല്ലാവരും വരട്ടെ, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം എന്തിനാണ് അല്ലേ. പിന്നെ അപ്പോൾ ടോട്ടലി ഞങ്ങളിത് മുറിക്കുന്നതും വളവെടുത്ത് വെക്കുന്നതൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ചെക്കന്മാർ വന്നിട്ട് നമ്മൾ സാധനം എന്താ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും വർക്കിലാണ് ഗൈസ്. ഞങ്ങൾ ഇവിടെ ഒരു ഇരിപ്പടം പോലെ ഉണ്ടാകുകയാണ് ഗൈസ്. അതും ഈ വ്യൂ ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഗൈസ്. നല്ല വൈബാവും ഗൈസ്. കുഴിയെടുക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗൈസ്. എല്ലാവരും ഭയങ്കര വർക്കിലാണ് കേട്ടോ. ആരൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് അല്ലോ അച്ചേട്ടൻ കോൺട്രാക്ട് കൂടെയാണ് ഗൈസ്. എല്ലാവരും പൂര വർക്കിലാണ്. 6 പാക്ക് ഗൈസ്. ശ്രീകുട്ടൻ നോക്കിയിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇരിപ്പടത്തിൻ്റെ കാര്യം 4 കാല് ഞങ്ങൾ കൊടുത്ത് വെച്ചേക്കണേ. ഇനിയും ഒരു 5 കാല് ഞങ്ങൾ സെറ്റ് ചെയ്യാനുള്ള പുറപ്പാട്ടിലാണ്. ഇപ്പോഴും നല്ല വ്യൂ ആണ്. പക്ഷേ നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു ഹാർഡ് വർക്കറെ നമ്മൾ കാണിച്ചു തരാം. എന്തായാലും അവിടെ കണ്ടോ ഒരു ഷോപ്പ് കണ്ടോ, അത് നമ്മുടെ അച്ചുവരനാണ്. അച്ചുവേട്ടാ സെറ്റല്ലേ? കേട്ടില്ല ഗൈസ്, ഇത്രേ ഉള്ളൂ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഞങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് അതാ തൂക്കടിച്ചിരിക്കുകയാണ്. തൂക്കടിച്ചിരിക്കുകയാണ് ഗൈസ്. ചൊറിയല്ലേ ഗൈസ്. വർക്കിൻ്റെ ഇടയിലുള്ള ഫുഡിങ് ടൈമാണ്. മഴ നല്ല മഴയുണ്ടോ, രക്ഷയില്ല. കൊടുക്കുന്ന ഉണ്ടോ, നല്ല മഴയാണ്. അതിൻ്റെ ഇടയിൽ നല്ല ഇത് ഞാൻ വീഡിയോ നിൽക്കുന്നുണ്ടാവില്ല കേട്ടോ. ഇത് ചെയ്യാൻ മച്ചാനത്തെ മച്ചാനല്ല, ആദ്യം തിന്നിട്ടുള്ളൂ ഞങ്ങളില്ല. 12 seconds later. എല്ലാവരും ഫുഡിങ് ടൈം കഴിഞ്ഞിട്ട് പണിക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ സെറ്റിലാണ് ഉണ്ടോ. അച്ഛോ അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഒന്ന് പറഞ്ഞോടിയോ?
ഐഷ് ജൈനിക്കല്ലേ ആദ്യം കുഞ്ഞുത്തുക കാലിക്കുക ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇടുന്നില്ല നമ്മള് പോയിട്ട് മനസ്സിലാക്കും. അതെ ഐഷ് എല്ലാ മാസ്റ്റർ ബ്രെയിനും ഇതായി നിൽക്കുന്നവനാണ്. അത് ഈ വ്യക്തി ആ തവള കരഞ്ഞത്. വൈകുന്നേരമായിട്ടുണ്ട്. ഒക്കെ വർക്കിലാണ്. അതെ 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 ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനും ഒക്കെ വർക്കിലാണ്. പക്ഷേ അച്ഛനും വർക്കിലാണ്. വീഡിയോക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. പറയാൻ കാരണം ഞങ്ങൾ വർക്കിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഇതാക്കണേ. അപ്പോൾ തറയല്ല ഒരു എന്താ പറയുക 2 ദിവസത്തെ ഒരു സെറ്റപ്പ് ഇത് അത്രയാണ്. ഇനിയിപ്പോൾ നാളെയും പാടെല്ലാം വർക്കും പാടെ നോക്കിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അതെ 1.5 ദിവസം അല്ലേ? 1.5 ദിവസം തൊട്ട് വൈകുന്നേരം വരെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 1.5 ദിവസം. മല വ്യൂ അല്ലേ? ടോപ്പത്തെ മലയല്ല, ഏകദേശം അതിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് വരും. ആ കാണുന്ന കൂമമലയാണ്. എന്താ ഗൈസ് എല്ലാവരും ഒന്ന് വർക്കാണ്. അപ്പോൾ ഞങ്ങളിതൊന്ന് സെറ്റാക്കിയിട്ട് പോകാൻ നേരത്ത് അടുത്ത വീഡിയോ എടുക്കുന്നതായിരിക്കും. അങ്ങനെ വർക്ക് ഇത്ര ആക്കിയിട്ട് ഞങ്ങൾ മടങ്ങുകയാണ് ഗൈസ്. ഇവിടെ ശ്രീകൃഷ്ണ അച്ഛനും യുദ്ധത്തിലാണ്. അപ്പോൾ ഞങ്ങളിനി നാളെ വരാം. നാളെ കാണാം കേട്ടോ 3-ാമത്തെ വരെ.